ഡെൽറ്റ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാം, അതുപോലെ തന്നെ നമ്മുടെ KYC വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം കണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൊബൈൽ നമ്പർ, ഒരു ജിമെയിൽ അഡ്രസ്സ്, ദെൻ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ, പാൻ വെരിഫിക്കേഷൻ, ഒരു സെൽഫി വെരിഫിക്കേഷൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ KYC വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് എടുക്കുന്നതെങ്കിൽ ഇതാ ഇവിടെ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമെയിൽ ID കണക്ട് ചെയ്തിട്ട് പുതുതായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ആകാനായിട്ട് പോവാണ്. ജസ്റ്റ് നമ്മൾ വെരിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. കേട്ടോ, വളരെ സിമ്പിളാണ്. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കണക്ട് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഗെറ്റ് വെരിഫൈഡ് ടു സ്റ്റാർട്ടിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ വിൻഡോയിലേക്ക് പോകും. അവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. നമ്മളൊരു ഇൻഡിവിജ്വൽ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ ഫോൺ നമ്പർ വേണം, ദെൻ ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു സെൽഫി വെരിഫിക്കേഷൻ. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. എനിവേ നമുക്കിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ വെരിഫൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ വരും. അവിടെ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെരിഫൈ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു OTP വരും. ജസ്റ്റ് അതൊന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. എൻ്റെ ഫോൺ നമ്പർ ഞാൻ സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ നടത്താം. അപ്പോൾ ജസ്റ്റ് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഡിജി ലോക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആധാർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ വളരെ പെട്ടെന്ന് കഴിയും. ഡിജി ലോക്കറുമായിട്ട് ആധാർ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ആൾറെഡി ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഐ ഹാവ് എ ഡിജി ലോക്കർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, ദെൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിജി ലോക്കറുമായിട്ടുള്ളൊരു വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഡിജി ലോക്കറിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യുന്നു. ഞാനിപ്പോൾ ഡിജി ലോക്കറായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആക്സസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വെരിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താക്കി കൊടുക്കുക. അപ്പോൾ പാൻ നമ്പർ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ പാനിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അത് പ്രൊസീഡ് കൊടുത്ത സമയത്ത് നമ്മുടെ പാൻ വെരിഫിക്കേഷനും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് ഒരു സെൽഫി വെരിഫിക്കേഷൻ മാത്രമാണ്. ജസ്റ്റ് നമ്മളെ ഫോണോ പിന്നെ ലാപ്പോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സെൽഫി എടുക്കുക. ഇപ്പോൾ സെൽഫി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ചെറിയ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജോലിയും മറ്റു ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ജോലി, നമ്മുടെ ഇൻകം, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ KYC വെരിഫിക്കേഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും KYC വെരിഫിക്കേഷൻ ചെയ്യാനും. നമ്മുടെ പാൻ നമ്പർ നമ്മുടെ ഡിജി ലോക്കറുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് വിത്തിൻ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. സോ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാം,
KYC വെരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, UPI ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ആഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ആ വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.